ഹായ്, നിങ്ങൾ ലൈല മജ്നുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവരെ കുറിച്ച് കേൾക്കാത്തവരായി ചുരുക്കം ചില പേരെ ഉണ്ടാവുള്ളൂ. അത്രയും മനോഹരമായ ഒരു പ്രണയകഥയാണ് അവരുടേത്. അവരുടെ പ്രണയകഥയെ ആസ്പദമാക്കിയുള്ള നിസാമിയുടെ ഒരു വേൾഡ് ക്ലാസിക് നോവലാണ് ലൈല മജ്നു. ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും മനോഹരവും എന്നാൽ ഏറ്റവും സങ്കടം നിറഞ്ഞതുമായ പ്രണയകഥ. പ്രണയത്തെ പ്രണയിച്ച രണ്ട് ഹൃദയങ്ങൾ, ലൈലയും മജ്നുവും. മജ്നുവിന്റെ യഥാർത്ഥ പേര് കൈസ് എന്നായിരുന്നു. മജ്നു എന്ന പേരിനർത്ഥം ഭ്രാന്തൻ എന്നും. തങ്ങളുടെ പ്രണയം വീട്ടിൽ അറിഞ്ഞതിന് ശേഷം ലൈല വീട്ടുതടങ്കലിലാവുന്നു. ഒടുവിൽ തന്റെ പ്രണയിനിയായ ലൈലയെ സ്വന്തമാക്കാനായി മജ്നു പല ത്യാഗങ്ങളും സഹിക്കേണ്ടി വരുന്നുണ്ട്. പലയിടങ്ങളിലും യാത്ര പോവേണ്ടി വരുന്നുണ്ട്, പലരോടും സംസാരിക്കേണ്ടി വരുന്നുണ്ട്, പല പ്രതിസന്ധികളും നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനെല്ലാം ഒടുവിലും മജ്നുവിന് ലൈലയോടുള്ള ഭ്രാന്തമായ സ്നേഹത്തിൽ ഒരു കുറവും വരുന്നില്ല. ഇതുകൊണ്ട് ആയിരിക്കാം മറ്റുള്ള ജനങ്ങൾ അവനെ ഭ്രാന്തനായ മജ്നു എന്ന് വിളിച്ചത്. ഒരു പ്രതീക്ഷകളോ നേട്ടങ്ങളോ ഒന്നുമില്ലാത്ത, എന്നാൽ സങ്കടങ്ങളും ദുരിതങ്ങളും മാത്രം നിറഞ്ഞ ഒരു പ്രണയകഥ. അങ്ങനെ ഇരിക്കെ ലൈല ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നുണ്ട്. ഇതറിഞ്ഞ മജ്നു അവളുടെ കബറിനരികിൽ ചെല്ലുകയും പിന്നീടുള്ള കാലം ആ കബറിന് കാവൽ നിന്ന് കാലം കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ ആ കബറിനെ പുണർന്നുകൊണ്ട് ചുംബിച്ചുകൊണ്ട് മജ്നുവും ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. ജീവിതത്തിൽ ലൈലയുമായി ഒന്നിക്കാൻ കഴിയാതെ പോയ മജ്നു മരണശേഷം ലൈലയുടെ കബറിനരികെയായി സംസ്കരിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ മരണത്തിന് ശേഷം അവർ ഇപ്പോൾ പ്രണയിക്കുന്നുണ്ടായിരിക്കാം. എത്ര മനോഹരമായ പ്രണയകഥയല്ലേ! ഒരാളെ ഇത്രയധികം സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? പ്രണയത്തിൽ ഒന്നിക്കൽ മാത്രമല്ല പ്രണയത്തെ സുന്ദരമാക്കുന്നതെന്ന് ലൈലയുടെയും മജ്നുവിന്റെയും പ്രണയം നമ്മളോട് പറയാതെ പറയുന്നുണ്ട്. അതെ, പ്രണയത്തെ പ്രണയിച്ച ലൈലയും മജ്നുവും.